കെ.പി.സി.സി നേതൃയോഗത്തിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തുവരുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ അച്ചടക്ക ലംഘനം നടത്തുന്നു എന്ന് തിരുവഞ്ചൂരിൻ്റെ പരാതി. പാർട്ടിയിൽ ഭിന്നത ഉണ്ടെന്ന് വരുന്നത് പിണറായി സർക്കാരിന് നേട്ടമാകുന്നു. അതുപോലെ തരൂരിനെതിരെ ജോൺസൺ എബ്രഹാം തരൂർ നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ശരത് കെ ശശി വിവരങ്ങളുമായി ചേരുന്നു. ശരത്, കെ.പി.സി.സി യോഗത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, ആർക്കൊക്കെ എതിരെയാണ്? ഫിജി കെ.പി.സി.സി യോഗം നിശ്ചയിക്കപ്പെട്ടപ്പോൾ തന്നെ കടുത്ത വിമർശനങ്ങൾ യോഗത്തിൽ ഉയരുമെന്നുള്ള സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ രീതിയിൽ പാർട്ടിയിൽ ആഭ്യന്തരമായ തർക്കങ്ങൾ നിലനിൽക്കുകയുമായിരുന്നു. ഇത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ്, ഈ വാർത്തകൾ ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കെ.പി.സി.സി യോഗത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ അച്ചടക്കം ലംഘിക്കുന്നു എന്നുള്ള വിമർശനമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ ഈ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കെ.പി.സി.സിയുടെ അച്ചടക്ക സമിതിക്ക് നേതൃത്വം നൽകുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ഈ അച്ചടക്കം ലംഘിക്കുന്നു എന്നുള്ള തിരുവഞ്ചൂരിന്റെ വിമർശനം പല നേതാക്കളും പരസ്യ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയ ഒരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് കെ മുരളീധരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ എം.കെ. രാഘവൻ എം.പിയും ശശി തരൂർ എം.പിയും സമാനമായ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇവരെല്ലാം തന്നെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടായിരുന്നു നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാക്കൾ തന്നെ അച്ചടക്കം ലംഘിക്കുന്നു എന്നുള്ള ആക്ഷേപം ഈ യോഗത്തിൽ ഉന്നയിക്കാൻ ഇടയായത്. ഒപ്പം ശശി തരൂരിനെതിരെയും ഈ യോഗത്തിൽ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശശി തരൂർ പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്നു എന്നുള്ള വിമർശനം ജോൺസൺ എബ്രഹാമാണ് കെ.പി.സി.സി യോഗത്തിൽ ഉന്നയിച്ചത്. കൂടാതെ പി.ജെ. കുര്യനും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഗ്രൂപ്പുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പ് നേതാക്കളാണ് ഈ പുനഃസംഘടന വൈകുന്നതിനും പുനഃസംഘടനയ്ക്ക് തടസ്സം നിൽക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം എന്ന രീതിയിലാണ് പി.ജെ. കുര്യൻ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ കുറെ കാലമായി ഗ്രൂപ്പ് വീതം വയ്പ്പുകൾക്കെതിരെ പി.ജെ. കുര്യൻ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് തന്റെ വിമർശനം പാർട്ടിയുടെ ഔദ്യോഗിക വേദിയിൽ തന്നെ പി.ജെ. കുര്യൻ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എ.ഐ.സി.സി കെ സുധാകരന് എ.ഐ.സി.സി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഗ്രൂപ്പ് മാനേജ്മെന്റുകൾക്ക് വഴങ്ങാതെ സ്വന്തമായ തീരുമാനം എടുക്കുന്നതിനാണ്. പക്ഷേ അതിന് കെ.പി.സി.സി അധ്യക്ഷനെ അനുവദിക്കാത്ത നിലയിൽ ഗ്രൂപ്പ് നേതൃത്വം ഈ പുനഃസംഘടനയ്ക്ക് തടസ്സം നിൽക്കുന്നു എന്നതാണ് ഏതായാലും പി.ജെ. കുര്യൻ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി ശരത്.